സംസ്ഥാനത്ത് പേ വിഷബാധയേറ്റ് വീണ്ടും മരണം. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം കുന്നിക്കോട് സ്വദേശി നിയ ഫൈസലാണ് മരിച്ചത്. 3 ഡോസ് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേ വിഷബാധയേൽക്കുകയായിരുന്നു. വീടിന് സമീപം മാലിന്യം കൊണ്ടിടരുതെന്ന് പറഞ്ഞതായിരുന്നു എന്നും അത് ഭക്ഷിക്കാൻ വന്ന നായ്കളാണ് കുഞ്ഞിനെ കടിച്ചു കീറിയതെന്നും നിയയുടെ അമ്മ പറയുന്നു. ഇതുകൊണ്ട് കണ്ടില്ലേ, ഇവിടെ തന്നെ പട്ടികൾ വളർന്നു കയറി പോകുന്ന കണ്ടില്ലേ, കുഞ്ഞുങ്ങളെ എല്ലാ സഹായം ചെയ്തെങ്കിൽ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത്, ഇടുന്ന എല്ലാരോടും പറഞ്ഞു. ഒരു മനുഷ്യനും കേട്ടില്ല. അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. ഞാന് ഓടിച്ചു വിട്ട പട്ടിയെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. എനിക്കിപ്പോ ഞാൻ ഓടിച്ചെല്ലുമ്പോ എന്റെ കുഞ്ഞിനെ കടിച്ചു വലിക്കുമായിരുന്നു. അപ്പോഴേ എടുത്തോണ്ട് പോയി. ഞാൻ ഇപ്പതാണ്ട് കൊണ്ടുപോയി. ഇനി എനിക്കിനി കാണാനില്ല. നിയയുടെ ഖബറടക്കം പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ നടന്നു. കുട്ടിയുടെ അമ്മയ്ക്ക് ക്വാറന്റൈൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം തെരുവ് നായ്ക്കളെ പിടിച്ച് വന്ധ്യംകരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കേന്ദ്രം ലഘൂകരിക്കണമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് പരിമിതിയുണ്ടെന്നും വന്ധ്യംകരണം മാത്രമാണ് തെരുവ് നായ ആക്രമണത്തിന് ഏക പരിഹാരമെന്നും MP രാജേഷ് പറയുന്നു. നമുക്ക് ചെയ്യാവുന്ന കാര്യം തെരുവ് നായ്ക്കളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരിച്ച് ശുശ്രൂഷിച്ച് അവരുടെ പരിക്ക് ഭേദമാണെന്ന് ഉറപ്പാക്കി തിരിച്ചുവിടുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിന്റെ ABC ചട്ടങ്ങളിൽ എഴുതി വെച്ച കാര്യമാണ്. ഇപ്പൊ നേരത്തെ കേരളത്തിൽ 900ഓളം ABC കേന്ദ്രങ്ങൾ കുടുംബശ്രീയുടെ ഉണ്ടായിരുന്നു. ഒറ്റയടിക്ക് അടച്ചുപൂട്ടിച്ചതാണ്. കാരണം എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററുകളും അതുപോലുള്ള സൗകര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. ഇതിൽ ഭേദഗതി വരുത്തണം. നമ്മൾ ആവശ്യപ്പെട്ടതാണ്. ഈ ചട്ടങ്ങൾ അപ്രായോഗികമാണ്. അതിൽ ഭേദഗതി വരുത്തണം എന്നത്. വലിയ തോതിൽ പെറ്റുപെരുകുന്നതാണല്ലോ ഈ തെരുവുനായ എന്ന് പറഞ്ഞാൽ. ലക്ഷക്കണക്കിന് എണ്ണമാണ്. ഇതിനെ ഓരോന്നിനെയും ഈ പറഞ്ഞ നിലയിൽ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരിക്കുക പ്രായോഗികമായിട്ടുള്ള കാര്യമാണോ? VV അരുൺ ചേരുന്നു. അരുൺ, ഏറെ ദുഃഖകരമായ വാർത്തയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതാണ് കുട്ടിയുടെ അവസ്ഥ അത്ര അധികം ഗുരുതരമായി തുടരുന്നു എന്നത്. ഇത് സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? അവർ ഇക്കാര്യത്തിൽ എന്താണ്? കാരണം വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ എന്നത് വലിയ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആശുപത്രിയുടെ ഭാഗത്ത് എന്തെങ്കിലും വിശദീകരണം വരുന്നുണ്ടോ? SAT ആശുപത്രി സൂപ്രണ്ട് ബിന്ദു S കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ ഏതെങ്കിലും തരത്തിൽ ഫലപ്രദമല്ല എന്നല്ല ഈ രോഗബാധ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അത്രയധികം അണുബാധ ഉണ്ടായി എന്നുള്ളതാണ്. ആഴത്തിലുള്ള മുറിവ് കുട്ടിയുടെ കൈകളിലുണ്ടായിരുന്നു. മാത്രമല്ല കടിയേറ്റ ഭാഗം ഞരമ്പുകൾ ഒരുപാടുള്ള ഒരു ഭാഗത്താണ് കടിയേറ്റത്. അതുകൊണ്ട് വളരെ വേഗം ഈ അണുബാധ ഉണ്ടായതിനപ്പുറത്തേക്ക് ഈ വാക്സിൻ ഫലപ്രദമാണ്, 100% ഫലപ്രദമാണ്. അന്നവർ പറഞ്ഞ കണക്ക് 5 ലക്ഷത്തിലേറെ പേർക്ക് എല്ലാ വർഷവും സംസ്ഥാനത്ത് ഒരു ശരാശരി കണക്കാണ് കടിയേൽക്കുന്നുണ്ട്. അതിൽ നിന്ന് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ വിഷബാധ ഉണ്ടാകുന്നത്. അത് ഇത്ര ആ രീതിയിൽ കടിയേറ്റത് കൊണ്ടും അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ യഥാസമയം വാക്സിൻ എടുക്കാതെ പോകുന്നതുകൊണ്ടുമാണ്. വാക്സിൻ പൂർണ്ണമായും ഫലപ്രദമാണ്. ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ജീവിതത്തിൽ തിരിച്ചുവിട്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുവെന്നും ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കിയിരുന്നു. അല്പസമയത്തിനകം ഞാനിപ്പോൾ ഉള്ളത് ഈ SAT മെഡിക്കൽ കോളേജ് ആശുപത്രി കോംപ്ലക്സിലാണ്. ഇവിടെ അല്പസമയത്തിനകം ഈ SAT ആശുപത്രി സൂപ്രണ്ടും ഡോക്ടർമാരും മാധ്യമങ്ങളെ കാണും. എന്താണ് ഈ കേസിൽ സംഭവിച്ചെന്ന വിശദീകരണം അവർ നൽകുകയും ചെയ്യും. ഒരു തരത്തിലും ഈ വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭയം വേണ്ട, പൂർണ്ണമായും ഫലപ്രദമാണ് വാക്സിൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ആശങ്കകളും ഉണ്ടാകാൻ പാടില്ല. ഈ പ്രാഥമിക ചികിത്സ നൽകുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 15 മിനിറ്റെങ്കിലും ഒഴുക്കുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ ശക്തമായി വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കൈ കഴുകുക, സോപ്പ് ഉപയോഗിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന ഒരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ഈ കുട്ടിയുടെ കാര്യത്തിൽ തീർത്തും ദൌർഭാഗ്യകരമായ സംഭവമാണ്. പക്ഷേ അതിൽ വാക്സിനെ ഒരു തരത്തിലും വാക്സിൻ ഉപയോഗിച്ചത് കൊണ്ട് ഗുണം ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അത് വ്യക്തമാക്കുന്നതിന്റെ വിശദാംശങ്ങൾ കുറച്ചുകൂടി ശാസ്ത്രീയമായി ഡോക്ടർമാരുടെ സംഘം അല്പസമയത്തിനകം വിശദീകരിക്കും. ഡോക്ടർമാരുടെ സംഘം മാധ്യമങ്ങളെ കാണുകയാണ്. കാരണം ആശുപത്രിക്കെതിരെയും ആക്ഷേപമുയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ കൂടുന്നത്. മാത്രമല്ല ഈ സംഭവങ്ങൾ അടുത്തിടെയുണ്ടായ ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ വാക്സിൻ വിരുദ്ധ പ്രചരണം ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന സാഹചര്യം കൂടിയുണ്ട്. കാരണം വാക്സിൻ അല്ല ഫലപ്രദമല്ലാതാവുന്നത്, മറിച്ച് ഈ കുട്ടിക്കുണ്ടായ മാരകമായ മുറിവും ഒപ്പം തന്നെ ഒരുപക്ഷെ വാക്സിൻ കൈകാര്യം ചെയ്ത രീതിയിൽ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ പരിശോധന ഉണ്ടാവേണ്ടതുണ്ട്. ഒപ്പം
മുറിവ് പറ്റുമ്പോൾ ആദ്യ മിനിറ്റുകളിലെ ചികിത്സയടക്കം നിർണായകമാണ്. അക്കാര്യത്തിൽ എന്തെങ്കിലും പിഴവ് പറ്റിയോ എന്ന കാര്യത്തിലൊക്കെ പരിശോധന വേണം. കുട്ടിയുടെ മൃതദേഹം കുന്നിക്കോട് പുനലൂര് സംസ്കരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിനീഷ് ചേരുന്നു. വിനീഷ്, ഏറെ ദുഃഖകരമായ കാര്യമാണ്. കുട്ടിയുടെ അമ്മയുടെ നിലവിളി സഹിക്കാൻ കഴിയുന്നതല്ല. അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. വീടിന് സമീപത്ത് മാലിന്യ നിക്ഷേപം നടത്തരുതെന്ന് പലവട്ടം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ മാലിന്യ നിക്ഷേപം നടത്തി. ഒടുവിൽ അവിടെ മാലിന്യം ഭക്ഷിക്കാനെത്തിയ പട്ടിയാണ് കുട്ടിയെ ആക്രമിച്ചത്. എന്താണ് ഈ അമ്മ ഉന്നയിച്ച ആക്ഷേപവും അതിൻ്റെ പശ്ചാത്തലവും എന്താണ്? അവിടുത്തെ സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? സജിത്ത്, കുന്നിക്കോട് ഈ കുട്ടിയുടെ പരിസരത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അവർ നിരവധി പരാതികളൊക്കെ നൽകിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ അറിവ് ശാലകളിൽ നിന്നും ഉള്ള മാലിന്യങ്ങളാണ് കൂടുതലും നിക്ഷേപിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തെരുവുനായ ശല്യവും രൂക്ഷമായിരുന്നു. അത്തരത്തിലുള്ള തെരുവുനായയുടെ ആക്രമണത്തിലാണ് കുട്ടിക്ക് പരിക്കേൽക്കുകയും തുടർന്ന് ചികിത്സയിലിരിക്കുകയും മരണം സംഭവിക്കുകയൊക്കെ ചെയ്തത്. കുന്നിക്കോട് സ്വദേശിനിയാണ് നിയ എന്നാണ് കുട്ടിയുടെ പേര്. നിയയുടെ സംസ്കാരം ഇന്ന് കഴിഞ്ഞു. പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിലായിരുന്നു ഖബറടക്കം നടന്നത്. ഇന്ന് പുലർച്ചെയാണ് കുട്ടി SAP ചികിത്സയിലിരിക്കെ മരിച്ചത്. തുടർന്ന് പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ മൃതദേഹം എത്തിക്കുകയായിരുന്നു. പേവിഷബാധ ഏറ്റുള്ള മരണമായതിനാൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മൃതശരീരം വന്നപ്പോൾ തന്നെ PP കിറ്റ് ധരിച്ചായിരുന്നു ആരോഗ്യ വിഭാഗം കൊണ്ടുവന്നതും. അത് പ്രദർശനവും ഒക്കെ ഒഴിവാക്കിയിരുന്നു. നേരിട്ട് പള്ളിയിൽ കൊണ്ടുവരികയും മതപരമായ ചടങ്ങുകൾ കൂടി നിയന്ത്രണത്തിൽ തന്നെ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുകയൊക്കെയായിരുന്നു ചെയ്തത്. എന്തായാലും ഈ കുട്ടിയുമായി അടുത്ത് ഇടപഴകിയവരെ ഇപ്പോൾ ക്വാറന്റൈനിലാണ്. അമ്മയ്ക്ക് ക്വാറന്റൈനിൽ കഴിയാനുള്ള നിർദ്ദേശമാണ് ആരോഗ്യ വിഭാഗം നൽകിയിരിക്കുന്നത്. അതുപോലെ 28 പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗത്തിന്റെ കയ്യിൽ ഉള്ളത്. അവർക്കെല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വിഭാഗത്തിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. കുന്നിക്കോട് വിളക്കുടി പഞ്ചായത്ത് ഓഫീസിൽ മാലിന്യ മുക്തം നവകേരളത്തിന്റെ ഭാഗമായിട്ട് അവർ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടിയെ കടിച്ച നായെ ഇതുവരെ കണ്ടെത്താൻ സാധിക്കില്ല. അതായത് നായയെ കുറിച്ച് വിവരമില്ല. മറ്റ് ആരെങ്കിലും കടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളെ കടിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും വ്യക്തതയില്ല. ശരി, വിനീഷിലേക്ക് വരാം. ഇപ്പോൾ ഡോക്ടർ രാജീവ് ജയദേവൻ കൂടി ചേരുന്നു. ഡോക്ടർ രാജീവ് ജയദേവൻ, നമ്മൾ ഇന്നലെയും സംസാരിച്ചതാണ്, അങ്ങ് തന്നെ സൂചിപ്പിച്ചതാണ്, ഒരു പുരോഗമന സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇത്രമധികം ഡോഗ് ബൈറ്റ് കേസുകൾ. ഇപ്പോൾ ഈ കുന്നിക്കോട് ആ കുട്ടിയുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മാലിന്യ നിക്ഷേപം നടത്തരുതെന്ന് അമ്മ അടക്കമുള്ളവർ പറഞ്ഞതാണ്. പക്ഷേ വീടിന് സമീപം മാലിന്യം നിക്ഷേപിച്ചു, അവിടെ വന്ന പട്ടികളാണ് കടിച്ചത് എന്ന് മാത്രമല്ല ഈ പേവിഷബാധയുള്ള നായയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ഞെട്ടിക്കുന്ന കാര്യം കൂടിയുണ്ട്. അതെ, ഈ നായയെ കാണുമ്പോൾ അത് പേവിഷബാധയുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. നായ്ക്കൾ പല കാരണങ്ങൾ കൊണ്ട് കടിക്കാറുണ്ട്. ചിലപ്പോൾ കടിക്കുന്ന പെറ്റ് നായ്ക്കളെ അഴിച്ചുവിടുന്ന ഉടമസ്ഥരുണ്ട്. ഈ നായ്ക്കൾ ചിലപ്പോൾ അതേ സ്വഭാവം കമ്മ്യൂണിറ്റിയിൽ കാണിച്ചെന്നിരിക്കാം. ചില നായ്ക്കൾ ചില സമയങ്ങളിൽ കൂടുതൽ അഗ്രസീവ് ആയെന്നിരിക്കാം. ചില നായ്ക്കൾ ജന്മന അഗ്രസീവ് ആയിട്ടുള്ള നായ്ക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നായ കടിക്കാൻ വരുമ്പോൾ അത് അല്ലെങ്കിൽ കടിച്ചിട്ടുണ്ടെങ്കിൽ അത് റേബീസ് ഉള്ള നായയാണ് എന്ന് അസ്യൂം ചെയ്ത് ചികിത്സ എത്രയും വേഗം കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അല്ലാതെ ഈ നായയ്ക്ക് പേ ഉണ്ടോ എന്ന് നമ്മൾ ഗസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ഒന്നാമത് തെരുവ് നായ്ക്കളാവുമ്പോൾ അവയെ നമുക്ക് തുടർച്ചയായി നിരീക്ഷിക്കാൻ അവസരം ഉണ്ടാകുന്നില്ല ഈ കേസിൽ ഉള്ളതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഒരു ഡോഗ് ബൈറ്റ് ഉണ്ടാകുമ്പോൾ ഉടനടി മുറിവ് വൃത്തിയായി കഴുകുകയും വാക്സിൻ എടുക്കുകയുമാണ് വേണ്ടത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ വലിയ അപകടമാണ് കാത്തിരിക്കുന്നത്.